കാസർഗോഡ് ജില്ലയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ദുരന്തം. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ഒരു ഫോൺ കോൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ പെരിയ ആയമ്പാറ ഭാഗത്തുള്ള ഒരു വീടിന് സമീപത്തേക്ക് എത്തിയത്. സുബൈദ എന്ന സ്ത്രീയുടെ വീടിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ കണ്ടത്. സുബൈദ എന്ന സ്ത്രീയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത സാഹചര്യത്തിൽ സംശയം തോന്നിയ അയൽവാസികൾ ആ സ്ത്രീയുടെ വീട്ടിൽ എത്ര തട്ടി വിളിച്ചു നോക്കിയിട്ടും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. സംശയം തോന്നിയ നാട്ടുകാർ ആ സ്ത്രീയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കിയപ്പോൾ വീടിനകത്തിരുന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദവും പുറത്തു നിൽക്കുന്ന നാട്ടുകാർ കേട്ടു. ഈ സമയത്തായിരുന്നു നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ മുൻപോട്ട് വന്ന് പോലീസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ആ ചെറുപ്പക്കാരനെയും അയാളുടെ സഹോദരിമാരെയും ചെറുപ്പം മുതൽ നോക്കിയിരുന്നത് സുബൈദ എന്ന സ്ത്രീയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുബൈദ തന്റെ വീട്ടിൽ വന്നിരുന്നു എന്നുകൂടി ചെറുപ്പക്കാരൻ പോലീസിന് മൊഴി നൽകി. വീടിന്റെ പ്രധാന വാതിൽ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ പോലീസുകാരും നാട്ടുകാരും വീടിന്റെ പിൻഭാഗത്തെത്തി അടുക്കളവാതിലിൽ തള്ളി നോക്കി. അടുക്കളവാതിലിൽ ശക്തമായി തള്ളിയപ്പോൾ വാതിൽ അകത്തേക്ക് തുറക്കപ്പെട്ടു. അടുക്കളവാതിലിലൂടെ അകത്തേക്ക് കയറിയ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി. പ്രധാന ഹാളിലെത്തിയ പോലീസുകാരും നാട്ടുകാരും നടുക്കുന്ന ഒരു കാഴ്ചയാണ് വീടിനുള്ളിൽ കണ്ടത്. സുബൈദ എന്ന സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തറയിൽ കിടക്കുന്നു. സുബൈദയുടെ മൂക്കും വായുടെ ഭാഗവും ഒരു തുണി ഉപയോഗിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. സുബൈദയുടെ മരണം സംഭവിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസ് സംഘത്തിന് വ്യക്തമായി. നടന്നിരിക്കുന്നത് അതിക്രൂര കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ SI ഉൾപ്പെടുന്ന സംഘം വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. നാട്ടുകാരെയൊക്കെ വീടിന് പുറത്താക്കി പോലീസ് സംഘം വാതിലടയ്ക്കുകയും ചെയ്തു. പുറത്തു നിൽക്കുന്ന ആളുകളോട് സുബൈദയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് സംഘം തിരക്കി തുടങ്ങി. 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് സുബൈദ എത്തിയിട്ടുണ്ട്. അതിനുശേഷം സുബൈദയെ ആരും കണ്ടിട്ടില്ല. സുബൈദ എന്ന സ്ത്രീ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. പോലീസ് സംഘം നാട്ടുകാരോട് വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ ഫോറൻസിക് സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് എത്തി. വീടിനകമൊക്കെ പരിശോധിച്ച പോലീസ് സംഘത്തിന് സുബൈദയുടെ മൃതദേഹം കിടക്കുന്നതിന് സമീപത്തുള്ള മേശയിൽ 2 ഗ്ലാസുകൾ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഗ്ലാസിനുള്ളിൽ പാതി കുടിച്ചു തീർത്ത നാരങ്ങാവെള്ളവും ഉണ്ടായിരുന്നു. ആ വീടിനുള്ളിൽ സംഘടന നടന്നതിന്റെയോ സാധനങ്ങൾ വലിച്ചുവാരി ഇട്ടതിന്റെയോ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. പോലീസ് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പുറത്തു നിന്നിരുന്ന നാട്ടുകാർ മറ്റു ചില കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചു. സുബൈദയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയൊന്നും കാണാനില്ല. അത് മാത്രവുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചുവന്ന നിറത്തിലുള്ള ഒരു കാറ് സുബൈദയുടെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു എന്ന് ഒരു സ്ത്രീ പോലീസുകാരെ അറിയിച്ചു. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്ന സമയത്തായിരുന്നു ആ സ്ത്രീ ആ കാഴ്ച കണ്ടത്. ചുവന്ന സ്വിഫ്റ്റ് കാറിനകത്ത് മറ്റാളുകൾ ഇരിക്കുകയും 2 ചെറുപ്പക്കാർ കാറിന് പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ആ സ്ത്രീ കണ്ടത്. അവരെ ഒരിക്കൽ കൂടി കണ്ടാൽ തിരിച്ചറിയുമോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞേൽക്കുമെന്നുള്ള മറുപടിയാണ് ആ സ്ത്രീ നൽകിയത്. ഇതിനിടയിൽ വിരലടയാള വിദഗ്ധർ മേശപ്പുറത്തിരുന്ന ഗ്ലാസുകൾ പരിശോധിക്കുകയും ഗ്ലാസുകളിൽ വിരലടയാളം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്തു. വീടിനകത്തുള്ള മേശപ്പുറത്ത് പാതി കുടിച്ച നിലയിലുള്ള നാരങ്ങാവെള്ളം ഗ്ലാസ് ഇരിക്കുന്നത് പോലീസ് സംഘം ആദ്യം തന്നെ ശ്രദ്ധിച്ചിരുന്നു. സുബൈദയ്ക്ക് പരിചയമുള്ള വ്യക്തികൾ തന്നെയാകാം ആ വീട്ടിലേക്ക് എത്തിയതെന്ന് അതിൽ നിന്നും പോലീസ് ഉറപ്പിച്ചു. ചുവന്ന സ്വിഫ്റ്റ് കാറ് ആ വീടിന്റെ പരിസരത്തെത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ മൊഴി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം സമീപത്തുള്ള CCTV വിഷ്വൽസ് ഒക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വിഫ്റ്റ് കാർ പ്രധാന റോഡിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ CCTVയിൽ പതിയാൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ അകത്ത് ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ പൂർത്തിയാക്കി സുബൈദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സുബൈദയുടെ വീടിരിക്കുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ടവറുകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാ കോളുകളുടെയും ഡീറ്റെയിൽസ് എടുക്കുന്നതിനായി സൈബർ സെല്ലിന് ഉടൻ തന്നെ നിർദ്ദേശവും നൽകി. മൊബൈൽ ടവറുകളും CCTVകളും കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. വായും മൂക്കും ഒരുപോലെ പൊത്തിപ്പിടിച്ചതിന്റെ ഭാഗമായാണ് സുബൈദയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സുബൈദയെക്കുറിച്ച് പോലീസ് സംഘം കൂടുതൽ വിവരങ്ങൾ തിരക്കിയറിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച സ്ത്രീയാണ് സുബൈദ. 25 വർഷങ്ങൾക്ക് മുൻപാണ് സമീപത്തുള്ള ഒരു വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ജോലി അവർ ഏറ്റെടുത്തത്. കുട്ടികളൊക്കെ വളർന്ന് ജോലി തേടിപ്പോയ സമയത്താണ് സുബൈദ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് താമസം മാറിയത്. ആ സമയത്ത് അവർ മതം മാറി സുബൈദ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. പോലീസ് സംഘം നാട്ടുകാരെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു സുബൈദയുടെ അയൽവാസിയായ ഒരു വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുബൈദ ഒരു വെളുത്ത കാറിൽ തന്റെ വീട്ടിൽ വന്ന് ഒരു വ്യക്തിയുടെ നമ്പർ ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചത്. കാറിനുള്ളിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ആ സമയം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കാറിനകത്തും ആളുകൾ ഉണ്ടായിരുന്നു. ഉംബു എന്നൊരു ബ്രോക്കറിന്റെ നമ്പർ തിരക്കിയാണ് സുബൈദ അയൽവാസിയുടെ വീട്ടിലെത്തിയത്. സുബൈദയുടെ ഫോണിൽ നിന്നും ഉംബു എന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്തിരിക്കുന്നതായും പോലീസ് സംഘം കണ്ടെത്തി. വൈകാതെ തന്നെ പോലീസ് സംഘം ഉംബുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. വീടുകളും സ്ഥലങ്ങളുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ഉംബു എന്ന വ്യക്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുബൈദ തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നും സുബൈദ പറഞ്ഞതനുസരിച്ച് ആളൊഴിഞ്ഞ ഒരു വീടിന് സമീപത്തേക്ക് താൻ എത്തിയിരുന്നു എന്നും ഉംബു പോലീസുകാരെ അറിയിച്ചു. ആളൊഴിഞ്ഞ വീടിന് സമീപത്തെത്തിയപ്പോൾ അവിടെ സുബൈദയും സുബൈദയ്ക്കൊപ്പം 3-4 ആളുകളും ഉണ്ടായിരുന്നു.
ഒഴിഞ്ഞുകിടക്കുന്ന ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്പുവിനെ വിളിച്ചു വരുത്തിയതെന്ന് സുബൈദ അയാളെ അറിയിച്ചു. സുബൈദ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആൾ ഒഴിഞ്ഞുകിടക്കുന്ന ആ വീട് ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ഉമ്പു തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയായ സ്ത്രീയുടെ മൊഴി അനുസരിച്ച് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ചുവന്ന കാറിൽ ചില വ്യക്തികൾ വന്നിട്ടുണ്ട്. ചുവന്ന കാറിൽ വന്നവരും വെളുത്ത കാറിൽ വന്നവരും ഒരേ ആളുകൾ തന്നെയാണോ എന്നായിരുന്നു പോലീസിന്റെ സംശയം. വീട് നോക്കാൻ വന്ന വ്യക്തികളെ തനിക്ക് നന്നായി ഓർമ്മയുണ്ടെന്നും അവരെ ഇനി കണ്ടാൽ താൻ തിരിച്ചറിയുമെന്നും ഉമ്പു പോലീസുകാരോട് പറഞ്ഞു. ഇതിനിടയിൽ സൈബർ സെല്ല് സംഭവം നടന്ന ദിവസങ്ങളിൽ ആ പ്രദേശത്തെ ടവറിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ കോളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഡംപ് ഡേറ്റ എടുത്ത് പരിശോധന നടത്തി സ്ഥിരമായി ആ പ്രദേശത്തുള്ള ഫോൺ നമ്പറുകളൊക്കെ പോലീസ് സംഘം ഒഴിവാക്കി തുടങ്ങി. അപരിചിതരായുള്ള വ്യക്തികളുടെ കോളുകൾ ആ ടവറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. സുബൈദയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട സ്ഥിതിക്ക് അതുമായി കടന്നുകളഞ്ഞ വ്യക്തികൾ അവ പണയം വെക്കാനോ വിൽക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള മുഴുവൻ പണയമിടപാട് സ്ഥാപനങ്ങളും സ്വർണ്ണക്കടകളും കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ ഒരു സംഘം പോലീസുകാരെ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം നിയോഗിച്ചു. ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിലുള്ള ജോലിക്കാർ ഡംപ് ഡേറ്റ മുഴുവൻ പരിശോധിച്ച് അതിൽ നിന്നും അപരിചിതരായ വ്യക്തികളുടെ നമ്പറുകൾ മാത്രം ഒരു പ്രത്യേക ലിസ്റ്റാക്കി മാറ്റി പോലീസ് സംഘത്തിന് കൈമാറിയത്. പോലീസ് സംഘത്തിന് ലഭിച്ച ലിസ്റ്റുകളിൽ ഒരു നമ്പർ കർണാടകത്തിലുള്ള ഒരു സ്ത്രീയുടെ നമ്പറാണ്. ആ നമ്പറിൽ നിന്നും പെരിയ ഭാഗത്തുള്ള ചില മൊബൈൽ ഫോണുകളിലേക്ക് സംഭവം നടന്ന ദിവസങ്ങളിൽ നിരവധി കോളുകൾ വന്നിട്ടുണ്ട്. സുബൈദയുടെ മരണത്തിന് ശേഷം ആ നമ്പർ ആക്റ്റീവുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഉച്ചയ്ക്ക് ഏകദേശം 12 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിലാണ് സുബൈദയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. 4 മണിക്ക് ശേഷമുള്ള സമയത്ത് ഈ നമ്പറുകളൊക്കെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ നമ്പറുകളൊക്കെ സംഭവം നടന്ന സമയത്ത് പെരിയ ടവറിന്റെ പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു. 4 നമ്പറുകളാണ് പെരിയ ടവറിന്റെ പരിധിയിലുള്ളത്. ആ നമ്പറുകളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. 4 നമ്പറുകളിൽ ഒരെണ്ണം മാത്രമാണ് കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ നമ്പറായിട്ടുള്ളത്. ബാക്കിയുള്ള 3 നമ്പറുകളും കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉള്ളതാണ്. ആ 3 നമ്പറുകളുടെയും ഉടമകളുടെ KYC വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി എടുത്തു. KYC ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരു വ്യക്തിയുടെ പേര് വിവരവും അഡ്രസ്സും ഒക്കെ പോലീസിന് ലഭിച്ചു. അബ്ദുൾ ഖാദർ എന്നൊരു വ്യക്തിയുടെ പേര് വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. KYC ഡീറ്റെയിൽസ് ഉൾപ്പെടെ എടുത്തപ്പോൾ അബ്ദുൾ ഖാദറിന്റെ ഫോട്ടോയും പോലീസ് സംഘത്തിന് ലഭിച്ചു. ആ ഫോട്ടോയുമായി പോലീസ് സംഘം സുബൈദയുടെ അയൽവാസികളെയും സ്ഥലത്തിന്റെ ബ്രോക്കറായ ഉമ്പുവിനെയും ഒക്കെ സമീപിച്ചപ്പോൾ അത് അബ്ദുൾ ഖാദർ ആണെന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പോലീസ് സംഘത്തിന് സംശയം ബലപ്പെടാൻ കാരണം അബ്ദുൾ ഖാദറിന്റെയും ബാക്കിയുള്ള 3 പേരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ കാരണത്താലാണ്. അബ്ദുൾ ഖാദറിന്റെ നമ്പർ പോലീസ് സംഘം വിശദമായി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി കിട്ടി. അതിൽ ഒരു വ്യക്തി കർണാടകത്തിൽ താമസമുള്ള അബ്ദുൾ അസീസ് എന്നൊരു വ്യക്തിയാണ്. അബ്ദുൾ അസീസിനെ കൂടാതെ മറ്റുള്ള 2 പേർ അബ്ദുള്ളയും ഹർഷാദുമാണ്. ഈ 4 സംഘം സംഭവം നടന്ന സമയത്ത് പെരിയ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ഈ 4 സംഘമാണോ എന്ന് പോലീസ് സംഘത്തിന് ഉറപ്പില്ലായിരുന്നു. അതിന് ആ സംഘത്തെ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ വേണം. കൊല്ലപ്പെട്ട സുബൈദയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും അതുപോലെ തന്നെ കമ്മലുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തെങ്കിൽ മാത്രമേ കൊലപാതകം നടത്തിയത് അവരാണെന്ന് തെളിയിക്കാൻ കഴിയൂ. കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ പണയമിടപാട് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തി. അന്വേഷണം നടത്തുന്നതിനിടയിലായിരുന്നു MS ജ്വല്ലറിയിൽ നിന്നും പോലീസ് സംഘത്തെ തേടി ഒരു ഇൻഫർമേഷൻ എത്തിയത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഫോട്ടോസ് ഉൾപ്പെടെ കാണിച്ചാണ് പോലീസ് സംഘം ഓരോ ജ്വല്ലറികളിലും പണയമിടപാട് സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി അന്വേഷണം നടത്തിയത്. അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിലായിരുന്നു സുബൈദ കൊല്ലപ്പെട്ട ദിവസം വൈകുന്നേരം MS ജ്വല്ലറിയിൽ ഒരു വ്യക്തി സ്വർണം പണയം വെക്കുന്നതിന് വേണ്ടി എത്തിയെന്നുള്ള വിവരം കടയുടെ ഉടമ പോലീസിനെ അറിയിച്ചത്. 7 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ആ വ്യക്തി സ്വർണ്ണക്കടയിൽ വിറ്റിട്ടുള്ളത്. ആ വ്യക്തിയുടെ ഭാര്യയുടെ ആഭരണങ്ങൾ അത്യാവശ്യമായി വിൽക്കുകയാണെന്ന് പറഞ്ഞാണ് ആ വ്യക്തി സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണക്കടയിൽ വിറ്റിരിക്കുന്നത്. ആ സ്വർണ്ണാഭരണങ്ങൾ സുബൈദയുടേത് തന്നെയാണോ എന്ന് അറിയുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത ഘട്ട നടപടി. അതിനായി അയൽവാസികളെയും അതുപോലെ തന്നെ സുബൈദ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ചെറുപ്പക്കാരനെയും അയാളുടെ സഹോദരിമാരെയും ഒക്കെ പോലീസ് സംഘം ജ്വല്ലറിയിലേക്ക് വിളിച്ചു വരുത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സുബൈദയുടെ ആഭരണങ്ങൾ തന്നെയാണെന്ന് അവിടെ കൂടിയ ആളുകൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ആഭരണം സ്വർണ്ണക്കടയിൽ വിറ്റ വ്യക്തിയെ കടക്കാരൻ ഫോട്ടോയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് ഇനി പോലീസിന്റെ ജോലി. 22 പേരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ പിടികൂടാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അബ്ദുൾ ഖാദറിനെയും ബാബ അസീസിനെയും ഇതിനോടകം തന്നെ പോലീസ് സംഘം ട്രാക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. അബ്ദുൾ ഖാദറിന്റെയും അസീസിന്റെയും എല്ലാ ബന്ധങ്ങളെയും കുറിച്ച് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊബൈൽ ഫോണുകൾ പോലീസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് അവരുള്ള സ്ഥലം പോലീസ് സംഘം ഏകദേശം ട്രാക്ക് ചെയ്തത്. കാസർഗോഡ് ടൗണിൽ തന്നെയുള്ള ഉളിയത്തടുക്ക എന്ന സ്ഥലത്താണ് പോലീസ് സംഘം അബ്ദുൾ ഖാദറിനെയും അസീസിനെയും അന്വേഷിച്ചെത്തിയത്. ചില കോളുകളൊക്കെ വിളിക്കുന്നതിനിടയിൽ അബ്ദുൾ ഖാദറിന്റെ മൊബൈൽ ഫോൺ ഓൺ ആയതിനെ തുടർന്നാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരം പോലീസ് സംഘത്തിന് ലഭിച്ചത്. നിരവധി കടകളും വീടുകളും അടങ്ങിയ ഒരു പ്രദേശത്താണ് അബ്ദുൾ ഖാദറും അസീസും ഉള്ളത്. പോലീസ് സംഘത്തിന്റെ ഗ്രൂപ്പ് ആ പ്രദേശം വളയുകയും അധികം താമസമില്ലാതെ തന്നെ അബ്ദുൾ ഖാദറിനെയും അസീസിനെയും കൈയോടെ തന്നെ പിടികൂടുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച് ഇരുവരെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടങ്ങി. അസീസ് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസുകാരോട് തുറന്നു പറഞ്ഞു.
ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അബ്ദുൽ ഖാദറും അസീസും അബ്ദുള്ളയും ഹർഷാദും കൂടി വാടകയ്ക്കെടുത്ത ഒരു കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ഒരു ആക്ടീവയുമായി ആക്സിഡന്റ് ഉണ്ടായത്. അത് പിന്നീട് പോലീസ് കേസാവുകയും പോലീസ് 4 സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയും ആക്ടീവയുടെ ഉടമയ്ക്ക് 20,000 രൂപ നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ അവരെ വിട്ടയക്കാമെന്ന് പറയുകയും ചെയ്തു. അബ്ദുൽ ഖാദറും അസീസും കൂടി ആ രാത്രി തന്നെ കുറച്ച് പണം സംഘടിപ്പിച്ച് ആക്ടീവക്കാരന് നൽകുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റുള്ള ആളുകളെയും കൂട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വാടകയ്ക്കെടുത്ത കാറിനും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ കാറ് നന്നാക്കി നൽകുകയും 20,000 രൂപ കടം വാങ്ങിയ ആളുകൾക്ക് തിരികെ നൽകുകയും ചെയ്യണം. അബ്ദുൽ ഖാദറിന് ഒരു ജിഷ്ണു എന്ന വ്യക്തി കുറച്ച് പണം നൽകാനുണ്ട്. ആ പണം വാങ്ങി എത്രയും വേഗം വാഹനം നന്നാക്കി ഉടമയ്ക്ക് നൽകാനായിരുന്നു 4 സംഘത്തിന്റെ തീരുമാനം. അങ്ങനെയായിരുന്നു ആ 4 സംഘം ജിഷ്ണുവിനെ അന്വേഷിച്ച് സുബൈദയുടെ വീടിന് സമീപം എത്തിയത്. അവിടെ അടഞ്ഞുകിടക്കുന്ന വീടിന് മുൻപിൽ 4 സംഘം എത്തിയപ്പോഴായിരുന്നു ജിഷ്ണു അവിടെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായത്. ഈ സമയത്ത് അബ്ദുൽ ഖാദറിനെ സുബൈദ കാണുകയും ചെയ്തു. ഏതാനും നാളുകൾക്ക് മുൻപ് അബ്ദുൽ ഖാദറും കുടുംബവും സുബൈദയുടെ വീടിന് സമീപത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ എന്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് സുബൈദ ചോദിച്ചപ്പോൾ താൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി എത്തിയതാണെന്ന് സുബൈദയോട് അബ്ദുൽ ഖാദർ പറയുകയും ചെയ്തു. ആ സമയത്താണ് സുബൈദ തനിക്ക് പരിചയമുള്ള ഒരു വീട് ഇവിടെ അടഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ 4 സംഘത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീട് കാണിക്കാൻ കൊണ്ടുപോയത്. ആ വീടിന്റെ താക്കോൽ ഉംബുവിന്റെ കൈവശമാണെന്ന് പറഞ്ഞ ശേഷം സുബൈദ അയൽവാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിലെത്തി ഉംബു എന്ന ബ്രോക്കറിന്റെ നമ്പർ വാങ്ങുകയും അയാളെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു പിന്നീട് ഉംബു എന്ന ബ്രോക്കർ എത്തി 4 സംഘത്തിന് അടഞ്ഞുകിടക്കുന്ന ആ വീട് കാണിച്ചു കൊടുത്തത്. വീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉംബുവിന്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിയ ശേഷം ആ 4 സംഘം അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ സംഘം കാറിൽ മടങ്ങിപ്പോകുന്നതിനിടയിലായിരുന്നു അബ്ദുൽ ഖാദർ ബാക്കിയുള്ള 3 സംഘത്തോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞത്. സുബൈദ എന്ന സ്ത്രീയുടെ ശരീരത്തിൽ ധാരാളം ആഭരണമുണ്ടെന്നും ആ ആഭരണങ്ങൾ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്നുമായിരുന്നു അബ്ദുൽ ഖാദർ കൂട്ടുകാരെ അറിയിച്ചത്. സുബൈദയുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിനായി 4 സംഘം ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി. അതിന്റെ ഭാഗമായി ഇപ്പോൾ അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത കാറ് വാഹന ഉടമയ്ക്ക് തിരികെ നൽകുകയും കാറ് നന്നാക്കി അതിന്റെ വാടക ഉൾപ്പെടെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്ത ശേഷം ആ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു ചുവന്ന സ്വിഫ്റ്റ് കാർ വാടകയ്ക്കെടുത്തു. അങ്ങനെ ആ സംഘം സംഭവം നടന്ന ദിവസം സുബൈദയുടെ വീട്ടിലേക്ക് എത്തി. സുബൈദയുടെ വീടിന്റെ മുറ്റത്ത് വാഹനം ഒതുക്കിയിട്ട ശേഷം അബ്ദുൽ ഖാദറും അസീസും വീടിന് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു അയൽവാസിയായ ഒരു സ്ത്രീ അവരെ കണ്ടത്. ആ സ്ത്രീ അവിടെ നിന്നും പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അബ്ദുൽ ഖാദറും അസീസും കൂടി സുബൈദയുടെ വീടിന്റെ വാതിലിൽ തട്ടി വിളിച്ചു. ഹർഷാദും അബ്ദുള്ളയും വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ തന്നെ സുബൈദ വന്ന് വാതിൽ തുറന്നു. അവരെ ഇരുവരെയും പരിചയമുള്ളത് കൊണ്ട് തന്നെ സുബൈദ അവരെ അകത്തേക്ക് ക്ഷണിക്കുകയും അവർക്ക് നാരങ്ങാവെള്ളം നൽകുകയും ചെയ്തു. അബ്ദുൽ ഖാദറും അസീസും സുബൈദയുടെ വീടിനുള്ളിലേക്ക് കടന്നുപോയിട്ട് 15 മിനിറ്റായിട്ടും അവരെ കാണാത്തതിൽ വാഹനത്തിനകത്തിരിക്കുന്നവർക്ക് ആശങ്ക തോന്നി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഹർഷാദും അബ്ദുള്ളയും വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു കാഴ്ച കണ്ടു. സുബൈദയുടെ വീട് പുറത്തുനിന്ന് പൂട്ടി അബ്ദുൽ ഖാദറും അസീസും തിരികെ വാഹനത്തിൽ കയറുന്ന കാഴ്ചയായിരുന്നു അത്. വാഹനത്തിലേക്ക് കയറിയ അബ്ദുൽ ഖാദർ സുബൈദ മരിച്ചുവെന്നും അവരുടെ സ്വർണ്ണാഭരണമാണ് തന്റെ കൈവശമുള്ളതെന്നും സുഹൃത്തുക്കളെ അറിയിച്ചു. പോകുന്ന വഴി ഏതെങ്കിലും ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ശേഷം കടമൊക്കെ വീടുകയും പിന്നീട് ബാക്കി വരുന്ന തുക 4 സംഘത്തിന് ഒരുമിച്ച് വീതിച്ചെടുക്കാമെന്നും അബ്ദുൽ ഖാദർ സുഹൃത്തുക്കളെ അറിയിച്ചു. അസീസ് നടന്ന കാര്യങ്ങളൊക്കെ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. എന്നാൽ പോലീസ് സംഘം അബ്ദുൽ ഖാദറിനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് സുബൈദയെ അറിയാമെന്നും അതിൽ കൂടുതൽ മറ്റൊരു കാര്യവും തനിക്ക് അറിവില്ല എന്നും അയാൾ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അബ്ദുൽ ഖാദർ കുറ്റം സമ്മതിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മറ്റു ചില കാര്യങ്ങൾ അബ്ദുൽ ഖാദറിനെ അറിയിച്ചു. അബ്ദുൽ ഖാദർ സുബൈദയുടെ വീട്ടിൽ പോവുകയോ അവരെ കൊലപ്പെടുത്തുകയോ സ്വർണ്ണാഭരണം മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട്. അബ്ദുൽ ഖാദർ MS ജ്വല്ലറിയിൽ കൊണ്ടുപോയി സുബൈദയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റതിന് തെളിവുകളുണ്ട്. സ്വർണ്ണക്കടയുടമ അബ്ദുൽ ഖാദറിന്റെ ഫോട്ടോ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സംഘം അത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി അബ്ദുൽ ഖാദർ ആകെ വിളറി വെളുത്തു. തുടർന്ന് പോലീസ് സംഘം അബ്ദുൽ ഖാദറിനെയും കൂട്ടി സ്വർണ്ണക്കടയിൽ തെളിവെടുപ്പ് നടത്തി. അബ്ദുൽ ഖാദറിന്റെ തലയിൽ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയാണ് പോലീസ് സംഘം അബ്ദുൽ ഖാദറുമായി MS ജ്വല്ലറിയിലേക്ക് തെളിവെടുപ്പിനെത്തിയത്. അബ്ദുൽ ഖാദറിനെ അവിടെയുള്ള മുഴുവൻ ജീവനക്കാരും തിരിച്ചറിയുകയും ചെയ്തു. മറ്റുള്ള 2 പ്രതികളെ കൂടി പോലീസ് സംഘം അതിവിദഗ്ധമായി തന്നെ പിടികൂടി. മൊബൈൽ ടവറുകളുടെ ലൊക്കേഷനുകൾ പോലീസ് സംഘത്തിന് പ്രതികളെ പിടികൂടാൻ കൂടുതൽ സഹായിച്ചു. കർണാടകത്തിലെ സുളിയാർ ടൗണിൽ നിന്നാണ് ഹർഷാദിനെയും അബ്ദുള്ളയും പോലീസ് സംഘം പിടികൂടിയത്. അബ്ദുള്ള കർണാടകത്തിലുള്ള തന്റെ സഹോദരിയുടെ നമ്പർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അക്കാര്യവും പോലീസ് സംഘത്തിന് വ്യക്തമായി. അബ്ദുള്ളയുടെ സഹോദരിയെയും പോലീസ് സംഘം നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. അങ്ങനെ നിരീക്ഷണത്തിൽ വെച്ചപ്പോഴായിരുന്നു സുളിയാർ ടൗണിനോട് ചേർന്നുള്ള വനപ്രദേശത്ത് അബ്ദുള്ളയും ഹർഷാദും ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പോലീസ് സംഘത്തിന് അതിവിദഗ്ധമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. തീർത്തും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പോലീസ് സംഘം വനത്തിനുള്ളിൽ നടത്തിയത്. വനത്തിനുള്ളിലേക്ക് പോലീസ് സംഘം കടന്നപ്പോൾ തന്നെ ആ വിവരം അബ്ദുള്ള അറിയുകയും ചെയ്തിരുന്നു. വനത്തിനുള്ളിലേക്ക് കൂടുതൽ ദൂരം പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തനിക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് അബ്ദുള്ളയ്ക്ക് അതോടുകൂടി മനസ്സിലായി. വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന അതിസാഹസികമായാണ് അബ്ദുള്ളയെ പോലീസ് സംഘം പിടികൂടിയത്. അബ്ദുൾ അസീസ് പിടിയിലായ വിവരം പിന്നീട് പത്രങ്ങളിലൂടെ അറിഞ്ഞ ഹർഷാദ് സ്വമേധയാ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു.
കുറ്റാന്വേഷണം പൂർത്തിയാക്കി പോലീസ് സംഘം കേസ് ഫയൽ കോടതിയിൽ സമർപ്പിച്ചു. ആ സമയത്തായിരുന്നു ബാബ അസീസ് താൻ മാപ്പുസാക്ഷിയാകാമെന്ന് കോടതിയെ അറിയിച്ചത്. നടന്ന സംഭവങ്ങളെല്ലാം അയാൾ കോടതിയിൽ തുറന്നു പറയുകയും ചെയ്തു. അബ്ദുൽ ഖാദറും അസീസും കൂടി വീടിനകത്തേക്ക് പോവുകയും സുബൈദ അവർക്ക് വേണ്ടി പരിചയമുള്ളത് കൊണ്ട് തന്നെ നാരങ്ങാവെള്ളം എടുക്കുകയും ചെയ്തു. ഇരുവരും അത് പാതി കുടിച്ച ശേഷം മേശപ്പുറത്ത് വെച്ചു. അടുക്കളയിലേക്ക് പോയ സുബൈദയെ അപ്രതീക്ഷിതമായിരുന്നു അബ്ദുൽ ഖാദർ പിന്നിൽ നിന്നും വായും മൂക്കും കൂടി പൊത്തിപ്പിടിച്ച് കീഴ്പ്പെടുത്തിയത്. അവരുടെ മുഖത്തേക്ക് വാഹനത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ക്ലോറോഫോം പുരട്ടിയ ഒരു തുണി ഉപയോഗിച്ച് മൂക്കും വായും ചേർത്ത് പൊതിഞ്ഞു കെട്ടുകയും ചെയ്തു. ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ നിമിഷത്തിൽ തന്നെ അബ്ദുൽ ഖാദർ ആ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്തു. പിന്നീട് ഇരുവരും ചേർന്ന് വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങുകയും ചെയ്തു. സുബൈദയുടെ മൂക്ക് പൊത്തിപ്പിടിക്കാൻ നേരം ഉപയോഗിച്ച ക്ലോറോഫോം പുരട്ടിയ ടവൽ പിന്നീട് തിരികെ ആ സംഘം വാഹനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്തിരുന്നു. അവർ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു സ്ഥലത്തേക്ക് ആ ടവൽ വലിച്ചെറിഞ്ഞിരുന്നു. തനിക്കൊപ്പം വരികയാണെങ്കിൽ താനത് കാണിച്ചു തരാമെന്നും അസീസ് പോലീസിനോട് പറയുകയും ചെയ്തു. അസീസിന്റെ മൊഴിയനുസരിച്ച് പോലീസ് സംഘം അസീസുമായി കാടുപിടിച്ച ആ ഭാഗത്തു നിന്നും ആ ടവൽ കണ്ടെത്തുകയും ചെയ്തു. അതിനു പുറമെ ആ കുറ്റിക്കാട്ടിൽ നിന്നും സുബൈദയുടെ വീടിന്റെ താക്കോലും പോലീസ് സംഘം കണ്ടെടുത്തു. 4 അംഗ സംഘം സുബൈദയുടെ വീട്ടിലെത്തി എന്നുള്ളതിന്റെ ഏറ്റവും നിർണായകമായ തെളിവാണ് ആ താക്കോൽ കൂട്ടം. അബ്ദുൽ ഖാദറിനെയും അസീസിനെയും തെളിവെടുപ്പിനായി പോലീസ് സംഘം സുബൈദയുടെ വീട്ടിലേക്ക് എത്തിച്ചു. നിരവധി ആളുകളാണ് ആ പ്രതികളെ കാണുന്നതിനായി അവിടെ തടിച്ചുകൂടിയത്. കേസ് കോടതിയിലെത്തിയപ്പോൾ 1-ം പ്രതിയായി അബ്ദുൽ ഖാദർ തന്നെയാണ് വന്നത്. അബ്ദുൾ അസീസ് 2-ം പ്രതിയായി. 3-ം പ്രതി ഹർഷാദും 4-ം പ്രതി ബാബയുമായി. എന്നാൽ ബാബ മാപ്പുസാക്ഷിയാക്കി. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 1-ം പ്രതിയായ അബ്ദുൽ ഖാദറിന് തന്നെയാണ് കോടതി ശിക്ഷിച്ചത്. 1-ം പ്രതിയായ അബ്ദുൽ ഖാദറിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 പ്രതികളുടെയും പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടതല്ലാതെ അവരുടെ പേരിലുള്ള കുറ്റങ്ങളൊന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മൂവർ സംഘത്തെ കോടതി വെറുതെ വിടുകയും ചെയ്തു. സെഷൻസ് കോർട്ടിന്റെ ഈ വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഹൈക്കോടതി ഇടപെട്ടതിന്റെ ഭാഗമായി അബ്ദുൽ ഖാദറിന് ശിക്ഷയിൽ ഇപ്പോൾ ഇളവ് ലഭിച്ചിരിക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷയിൽ 10 വർഷത്തെ തടവ് ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. പിഴത്തുക 1.25 ലക്ഷം രൂപയിൽ നിന്നും 2.5 ലക്ഷം രൂപയാക്കി. അതിവേഗം കുറ്റം തെളിയിക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്ത പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസ ലഭിക്കുകയും ചെയ്തു.